മൂന്നാറിലെ KSRTC ഡബിൾ ഡെക്കർ ബസ് അപകടത്തിൽ ഡ്രൈവറെ സസ്പെൻഡ് ചെയ്തു. മൂന്നാർ ഡിപ്പോയിലെ ഡ്രൈവർ കം കണ്ടക്ടർ മുഹമ്മദ് KP ആണ് സസ്പെൻഡ് ചെയ്തത്. എതിർദിശയിൽ വന്ന കാറാണ് അപകടത്തിന് കാരണമെന്ന ഡ്രൈവറുടെ വാദം കളവെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി ഇപ്പോൾ വരുന്നത്. ജെയിൻസ് രാജു ചേരുന്നുണ്ട് വിവരം നൽകാൻ. ജെയിൻ, ഈ അപകടം സംബന്ധിച്ച് കൂടുതൽ പരിശോധനയിൽ എന്തൊക്കെ കാര്യങ്ങൾ പൊള്ളയാണെന്ന് കണ്ടെത്തി, പിന്നാലെ വരുന്ന നടപടി സംബന്ധിച്ച്? പ്രതീക്ഷ 12-ാം തീയതിയാണ് ഈ അപകടം ഉണ്ടായത്. ആനയിറങ്കലിൽ പോയി മടങ്ങി വരുന്നതിനിടയിൽ ഈ ഡബിൾ ഡെക്കർ ബസ് നിയന്ത്രണം നഷ്ടപ്പെട്ട് വെയിറ്റിംഗ് ഷെഡിലേക്ക് ഇടിച്ചു കയറി നിൽക്കുകയായിരുന്നു. ഈ സംഭവത്തിൽ ആദ്യം ഈ ഡ്രൈവർ പറഞ്ഞിരുന്നത് എതിർദിശയിൽ ഒരു കാറ് റോങ് സൈഡായി കയറി വന്നു, ആ കാറിൽ ഇടിക്കാതിരിക്കാൻ വാഹനം വെട്ടിച്ചപ്പോൾ നിയന്ത്രണം നഷ്ടപ്പെട്ടു എന്നായിരുന്നു. പക്ഷേ CCTV അടക്കം ഇതുമായി ബന്ധപ്പെട്ട്, അപകടവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരുന്നു. ആ CCTV ദൃശ്യങ്ങളിലൊന്നും അങ്ങനെ ഒരു കാറ് ആ സമയത്ത് അതുവഴി കടന്നു വന്നിട്ടില്ല. പോലീസ് ഇയാളുടെ മൊഴി വിശ്വസിച്ച് ഗ്യാപ് റോഡിൽ നിന്ന് ഒരു വാഹനം കസ്റ്റഡിയിൽ എടുക്കുകയും ആ വാഹനം പോലീസ് സ്റ്റേഷനിൽ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. ഇതിനുശേഷമാണ് ഈ CCTV ദൃശ്യങ്ങൾ പുറത്തു വരുന്നത്. ആ CCTV ദൃശ്യങ്ങളിൽ അത്തരം ഒരു വാഹനം ഇല്ല എന്ന് തിരിച്ചറിഞ്ഞതോടെ പോലീസ് ഈ അന്വേഷണം KSRTC നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. കോർപ്പറേഷന് മാനക്കേട് ഉണ്ടാക്കി എന്ന തരത്തിലാണ് റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഇതിന് മുമ്പും ഇദ്ദേഹത്തിനെതിരെ, അല്ലെങ്കിൽ ഈ ഡ്രൈവർക്കെതിരെ പല ആക്ഷേപങ്ങളും ഉയർന്നിരുന്നു. മദ്യപിച്ച് വാഹനം ഓടിക്കാൻ ഡിപ്പോയിൽ എത്തി എന്നതടക്കമുള്ള ആക്ഷേപങ്ങൾ നേരിട്ട ഒരാളാണ്. ഒന്നും ഇദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടായില്ല. എന്തായാലും ഇപ്പോൾ സസ്പെൻഷൻ നടപടി ഉണ്ടായിരിക്കുന്നു. തെറ്റായ വിവരം നൽകി, ഉത്തരവാദിത്വം മറച്ചു വെക്കുന്നതിന് വേണ്ടി തെറ്റായ വിവരങ്ങൾ നൽകി എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ ഈ നടപടി എടുത്തിരിക്കുന്നത്.